നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതൽ നാശം കോൺഗ്രസ് ആണ് രാജ്യത്തിന് വരുത്തിയതെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് BJP ഹിമാചൽ പ്രദേശ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ബിന്ദൽ രംഗത്ത്. രാജ്യത്തെ വിറ്റുതുലയ്ക്കൽ, വിഭജനം, അടിയന്തരാവസ്ഥ, ജാതീയത പ്രചരിപ്പിക്കൽ എന്നിവ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ജീവശ്വാസം എന്ന് പറയുന്നത് സ്വജനപക്ഷപാതമാണ്. അതിന്റെ വലിയ തെളിവാണ് ഹിമാചൽ പ്രദേശിലും രാജ്യത്തുടനീളവും നമ്മൾ കണ്ടതെന്നും ബിന്ദൽ വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഹിമാചൽ പ്രദേശിലെ ഇനയിൽ നടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തക സമിതി യോഗത്തിലാണ് BJP സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ബിന്ദൽ കോൺഗ്രസിന്റെ കപടത തുറന്നു പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് കുടുംബാധിപത്യത്തിന്റെ പിന്തുടർച്ച എന്ന വെല്ലുവിളി. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന അന്നു മുതൽ വംശപരമ്പരയുടെ വെല്ലുവിളി കോൺഗ്രസ് പാർട്ടിയിൽ വളരെ പ്രകടമാണ്. നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെ, അതിനുശേഷം രാജീവ് ഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നെഹ്റു കുടുംബങ്ങളിൽ നിന്നുമുള്ള നേതാക്കളെല്ലാം തന്നെ വേറെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാനാവില്ല എന്നതാണ് വസ്തുത. 1975 മുതൽ 77 വരെയുള്ള 21 മാസക്കാലമാണ് അടിയന്തരാവസ്ഥ. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരുന്നു അത്. ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത്. അഴിമതി, ക്രിമിനൽ വൽക്കരണം, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധപതനം എന്നിങ്ങനെ ഇതിന്റെ പാർശ്വഫലങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴും കാണാം. കൂടാതെ മതത്തിന്റെ ദുരുപയോഗവും പ്രോത്സാഹിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1984 കലാപവുമായി ബന്ധപ്പെട്ട സമാധാനം നിലനിർത്താൻ പ്രവർത്തിക്കേണ്ടവരായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിൽ നിന്നുള്ള ജനരോക്ഷം അവർ സ്വതന്ത്ര ഇന്ത്യയിൽ വർഗീയ കലാപം നടത്താനാണ് ഉപയോഗിച്ചത്. അതിന്റെ തിക്തഫലമായി പഞ്ചാബ് ഇപ്പോഴും തീവ്രവാദത്തിന്റെ ഭീകരതയിൽ മുങ്ങി മരിക്കുകയാണ്. ഇപ്പോഴും കോൺഗ്രസിന് തങ്ങളുടെ മതേതര പാർട്ടി എന്നാണ് വിളിക്കുന്നത്. മതനിരപേക്ഷത എന്നത് മതത്തെയും മതപരമായ പരിഗണനയെയും നിരാകരിക്കുകയോ ഒഴിവാക്കുകയോ ആണ്. എന്നാൽ ചെയ്യുന്നത് മുസ്ലിങ്ങളെ അന്ധമായി അനുകൂലിക്കുകയും ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു മതത്തെയും അനധികൃതമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയുമാണ്. ഈ സാഹചര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഡോക്ടർ രാജീവ് ബിന്ദൽ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ ഹിമാചൽ പ്രദേശിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. ഹിമാചൽ പ്രദേശിലെ ക്രമസമാധാനം അതിന്റെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും 7-ലധികം വെടിവെപ്പ് സേനകൾ, 250 കൊലക്കേസുകൾ, 3000 മയക്കുമരുന്നു കേസുകൾ, 950 സ്ത്രീ പീഡന കേസുകൾ എന്നിവ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നും സർക്കാർ സംരക്ഷണത്തിലാണ് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുകയാണ് എങ്കിൽ ഇന്ത്യ എന്ന രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് കോൺഗ്രസ് എന്ന നിസ്സംശയം നമുക്ക് പറയാനും സാധിക്കും.